ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടെ ഇടങ്ങളായി കർത്താവ് സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം എൻ്റെ 19 വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലിനെ കുടിപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം, മിസ്രൈമ്യ ദാസിയായിരിക്കുന്ന ഹാഗാറിൻ്റെ മകനായിരിക്കുന്ന ഇസ്മയിലിൻ്റെ ജനനത്തോടും അതിനുശേഷം ഉണ്ടാകുന്ന പലവിധമാകുന്ന വിഷയങ്ങളോടുമാണ് നാം അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മിസ്രൈമ്യ ദാസിയായിരിക്കുന്ന ഹാഗാറിന് ഒരു ദൂരത്ത് വെള്ളവും കൊടുത്ത് മരുഭൂമിയിലേക്ക് പറഞ്ഞു പിടിക്കുക. ഹാഗാർ ഇസ്മയിലിനെയുമായി മരുഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കുറേ ദൂരം ചെന്നു, അവരുടെ കയ്യിലിരുന്ന വെള്ളം തീർന്നു. ഇതെല്ലാം തീർന്നിട്ട് ഈ കുഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. ഈ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു 50 ദൂരം കൊണ്ട് നാക്കിയിട്ട് ഈ കുഞ്ഞിൻ്റെ നിലവിളി എനിക്ക് കാണണ്ട, കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഹാഗാറിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ മാറിയിരുന്ന് നിലവിളിക്കുക. നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത്, ഹാഗാരെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, അവനെ ഞാനൊരു ജാതിയാക്കും. നീ ഭയപ്പെടേണ്ട ഹാഗാരെ, നീ കരയേണ്ട, അവനെ ഞാനൊരു ജാതിയാക്കും. കാരണം അവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വിഷമിക്കേണ്ട, അവൻ നിൻ്റെ സന്തതിയാണ്, അവനെ ഞാനൊരു ജാതിയാക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഇസ്മയിൽ ഉള്ളതുകൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല? ദൈവം ഇസ്മയിലിനെ മറന്നില്ല, ഇല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം മറന്നില്ല. ദൈവം അവനെ ഹാഗാരിനോട് പറയാണ്, ഹാഗാരെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ മകനെ ജാതിയാക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നതിന് ശേഷം അവളോട് പറയുകയാണ്, നിൻ്റെ കണ്ണ് തുറന്നു നിന്ന് കാണ്, ഇത് മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നിരിക്കുന്നു. ആ ഉറവ നമുക്ക് കാണുവാൻ സാധിക്കും. നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലിനെ കുടിപ്പിച്ചു, അവൻ്റെ ജീവൻ നിലനിർത്തുവാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിലെ ഇന്നും നമുക്കറിയാം, അറബി ദേശത്ത് നമുക്ക് സംസം റിവർ എന്ന് പറയുന്ന, അറേബ്യയിൽ ഇന്ന് സംസം റിവർ എന്ന് പറയുന്ന ആ നീരുറവ് ഇന്ന് നിലനിൽക്കുന്നു. ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ മനുഷ്യന് പരിമിതികളുണ്ട്. മനുഷ്യന് പരിമിതിയുള്ളപ്പോൾ പരിമിതിയില്ലാത്ത ഒരു ദൈവമാണ് ഞാൻ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. പരിമിതിയില്ലാത്ത ദൈവം, അളന്നു തരാത്ത ദൈവം, ആവശ്യം പോലെ നിനക്ക് വേണ്ടി മാത്രമല്ല തലമുറകൾക്ക് വേണ്ടി നൽകുന്നൊരു ദൈവം. ഹാഗാറെ, ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന ദൈവവൈതലേ, നീ കരയുന്ന തലമുറയ്ക്ക് വേണ്ടി നീ കരഞ്ഞിരിക്കുന്നുവെങ്കിൽ, ദൈവം നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ കണ്ണീര് സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ തകർത്ത് കളയില്ല, നിന്റെ തലമുറയെ നശിപ്പിച്ച് കളയില്ല. അവന്മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ തീർച്ചയായും അവന് വേണ്ടി പുതുവഴികളെ സ്വർഗം തുറക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. ഇവിടെ പറയുകയാണ്, ഹാഗാറെ നീ ഭയപ്പെടേണ്ട, അവനെ ഞാനൊരു ജാതിയാക്കും. എന്നെ ശ്രമിക്കുന്ന പ്രിയമാതാവേ, നീ കരയേണ്ട, നീ നിലവിളിക്കേണ്ട. ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പദ്ധതി വലിയതാണ്, ദൈവത്തിൻ്റെ ഹിതം വലിയതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ തലമുറയ്ക്ക് മേൽ ഉണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ കണ്ണുനീരിന് ഒരു അറുതി വന്നിരിക്കുന്നു. ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിന്മേൽ വീണിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കഴിയട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി നിന്നെ വെളിപ്പെടട്ടെ. തലമുറയെ സ്വർഗം മാനിക്കുവാനിടയായി ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിത അനുഗ്രഹമായി തീരണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏത് അവസ്ഥയിലായിരുന്നാലും ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല മേഖലകളിൽ ജോലി സ്ഥലത്ത് രോഗികളായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരോട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതലയക്കണമേ, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളുടെ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലയക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സുദിനം ആശംസിക്കുന്നു.